പോണോ? ഓ അല്ല വേണ്ട. എന്റെ അപ്പ വീടാകെ നാറി മെനക്കേടായല്ലോ. എടി ഞാൻ എന്നാ ചെയ്യാനാടി? ഒഴുക്കോടൊഴുക്ക ശോ, മാക്സിമം ട്രൈ ചെയ്തു, കൺട്രോൾ ആകുന്നില്ലടി. എന്ത് ചെയ്യാൻ? തോപ്രാങ്കുടി മനസമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഞാൻ ഇവിടെ കൊണ്ടുവന്നു. തുടങ്ങി വരുന്നുണ്ട്, അടിച്ചു പൊളിച്ചാ വരുന്നത്. അയ്യോ, ആര് വരുന്ന കാര്യം വാപ്പനി പറയുന്നേ? വയറ്റീന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഫോ, നാശം. മോളെ എന്നാ ഒരു പണി ചെയ്യേ. എന്റെ മോളെ എന്നെ നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അല്ലെ ഇളകി ഇളകി ഞാൻ ചാവൂടി. റോഡിലേക്ക് ഇറങ്ങിയാലേ വണ്ടി സമരക്കാർ തല്ലിപ്പൊളിക്കും. ഇവിടെ കിടക്കണതേ 1-2 രൂപയുടെ വണ്ടിയൊന്നും അല്ല. അപ്പനേക്കാൾ വരാനുണ്ട് നിന്റെ വണ്ടി. അവിടെ അമ്മയുടെ വണ്ടി. എടി എവിടെയായിരുന്നടി പെണ്ണെ ഇതുവരെ? മനുഷ്യൻ തൂറി ഇടങ്ങാറായി. ബാത്റൂമിലാണ് ഒരു തുള്ളി വെള്ളമില്ല. എവിടുന്നെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ, എനിക്ക് കഴുകണം. വെള്ളമില്ല. വെള്ളം ഇല്ലേ? താങ്കല്ലൂർക്കാരൻ വെള്ളം കൊണ്ടുവന്നില്ല. ഇവിടുത്തെ ഫ്ലാറ്റിൽ ഒന്നും വെള്ളമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വയറ്റിന്ന് പോയി തീരുന്നുമില്ല. അയ്യോ, എനിക്ക് വേല. എടി നോക്കി നിൽക്കാതെ നീ എവിടുന്നെങ്കിലും നിന്ന് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോവാ. ഞാൻ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? ലാലി മാഡം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ലാലി മാഡം എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ വെള്ളം വരാറായോടാ? വരുമ്പോ അറിയിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്താ? ഒരു പായും തലയുടെ ബാത്റൂമിലേക്ക് തരുവോ? അതെന്നാ റൂമിൽ സ്ഥലമില്ലേ? എടാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ബെഡ്റൂമിലേക്ക് വരാൻ. അതെ താണ്ടേ പിന്നെ ഉരുണ്ട കേറുവാ. നീ വരുന്നു ഇങ്ങോട്ട്. എടാ ബാത്റൂമിലേക്ക്. എടാ ഒരു കമ്പനിക്ക്. ബാക്കി അവിടെ ഇരുന്ന് പറയാവടാ. എടാ പാടാ. അയ്യോ, ആടെ ക്ലോസറ്റ് ചെല്ലുന്നേ. വൃത്തിയിട്ടവൻ കമ്പനിക്ക് വിളിക്കുന്നിടത്തൊന്നും ബാറിലേക്കാണ്. അയ്യോ, തങ്കം, തങ്കം. ഓ തുടങ്ങി. ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെങ്കിൽ പകുതി മനസ്സമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. ഓ കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ തങ്കത്തിന് വേണ്ടത്? തങ്കം, അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങെടുക്ക്. അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരു അടി എഴുന്നേറ്റ് എന്ന് എടുക്കാന്നല്ലോ ഗംഗാജലം. ഞാൻ അടുക്കള ജോലിക്കിടയിൽ വന്ന് എടുത്തു തന്നല്ലേ മനസ്സമാധാനം ഉള്ളോ? അങ്ങനെയൊന്നും ചൊല്ലക്കൂടാതെ. അപ്പ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ല സ്വർഗത്തിലേക്ക് പോകുന്ന പറഞ്ഞ് ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് തീരുന്നുമില്ല, വാഴുന്നുമില്ല. മനുഷ്യന് സ്വസ്ഥതയില്ല. പോയി മനുഷ്യന്റെ ഊപ്പാട് തീരുന്നു. തങ്കം, ദോഷം ചൊല്ലക്കൂടാതെ. ഇതൊക്കെ പുണ്യപ്രവൃത്തി താനേ. എനിക്ക് ആ പുണ്യം വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു. എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. ഓ വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. നീ ആ ഗംഗാജലം ഇങ്ങോട്ട് എടുക്ക്. ഞാൻ അപ്പൊ അവിടെ ശുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനിയിപ്പൊ ഞാൻ എടുത്തു തരാഞ്ഞിട്ടേ നിങ്ങളുടെ അപ്പ സ്വർഗത്തിൽ പോകാതിരിക്കണ്ട. അപ്പാ, അപ്പാ. തങ്കം, തങ്കം, നീ എന്ത് പണിയാ ചെയ്ത്? അപ്പാക്ക് കൊടുക്കണ്ട ഗംഗാജലം താനത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? അപ്പനെ എടുത്തോണ്ട് വന്ന് കമ്പത്തി കൊണ്ടേ കിടത്തുക. എന്നിട്ട് നക്കി നക്കി അങ്ങോട്ട് കുടിക്കട്ടെ. തങ്കം, എന്നാ കുറച്ച് സാധാരണ വെള്ളം കൊണ്ടുപോവാ. ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളമില്ലേ? ഇല്ലെന്നേ. വെള്ളത്തിന് എന്ത് ചെയ്യും? അപ്പാക്ക് ദാഹിക്കുന്നു. നിങ്ങൾ ആ പുറത്തെങ്ങാനും പോയി നോക്ക്. ഞാനോ? അല്ല, ഞാൻ തന്നെ പോയി നോക്കാം. അത് ഞാൻ തന്നെ പോണം. ഈ ഒരു മനുഷ്യൻ. അപ്പാ, തണ്ണി ഇപ്പൊ തരാവേ. ആശ്വാസമായി. മതി നിന്നെ. നീ ശുദ്ധമാണോ? എന്താ സാറേ? അല്ല, നീ ശുദ്ധമാണോന്ന്. അത് പിന്നെ ശുദ്ധമല്ല അല്ലേ? അപ്പാക്കേ വലിയ ഇത്തിരി കൂടുതലാ. ചുണ്ട നനയ്ക്കാൻ ഇത്തിരി വെള്ളം വേണം. ഇവിടെ തീർന്നു. ശുദ്ധമില്ലാത്തവർ തണ്ണിയെടുത്താൽ ആത്മാവ് നരകത്തിൽ പോകും. വേണ്ട വേണ്ട. ഇനിയിപ്പൊ എവിടെ പോയിട്ട് പെണ്ണിന് മാത്രം ശുദ്ധ അശുദ്ധി. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിൽ വെട്ടിക്കേറി 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം.
അതോടെ ആ പൂതിയൊക്കെ തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പിള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും. പഴയ ഓർമ്മ, നൊസ്റ്റാൾജിയ. ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. എവിടെ അടിച്ചു നോക്കി, ശരിക്കടിക്കും. കോപ്പ് കെട്ടിച്ചേരും. അയ്യോ. ഹലോ, കുഴപ്പമില്ല ഡാഡി, ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ടച്ച് വിട്ടു. ശരി. നേരം വിളിത്താ. എടാ അലക്സ്, എഴുന്നേക്കടാ. എടാ എഴുന്നേക്ക. എന്താടാ നേരം വിളിത്ത്. എപ്പോ? അയ്യോ, ചതിച്ചല്ലോ. അവളോടാ മാ നോക്കാം. മാറക്കൊണ്ട് എന്റെ ദൈവമേ. ഹലോ. നേരത്തെ എഴുന്നേറ്റാ? എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്ന എന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ? Naughty boys. ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള് വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നുവല്ലേ? എന്ത് മറന്നൊന്നുമല്ല. പിന്നെ? ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ? എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാ ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പായി കുടിച്ചാ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. നീ ഇതാണ് ഉദ്ദേശിച്ചത്? പിന്നെ ജയിക്കുമെന്ന് ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കൂ, നീ 2 ഗ്ലാസ് ഒന്ന് കഴുകിക്കൊണ്ടുവാ. നമുക്ക് 2 എണ്ണം പൂശാടാ. പോയി കഴിക്കൊണ്ടുവാ. നല്ല കൈ. വേണ്ടട്ടാ, നോക്കിക്കോടി. മദ്യപിച്ച് നിന്നെ ഞാൻ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടരണങ്ങനെ ഇട്ട് ഇനിയിപ്പോ ഗ്ലാസ് കഴുകാണ്ട് അടിച്ചാ മതി. അമൃതൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. ഗ്ലാസ് എത്തി. 2 ശ്രദ്ധിക്കുക. 30 മില്ലി മദ്യത്തിൽ 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കാർന്നോമാർക്ക് കൈമുക്കി ഓരോ തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയിറക്ക. എന്റെ ജേക്കപ്പേ ഉടലോട് സ്വർഗത്തിലെത്തും. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യം സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം, ഐസ്, സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ. എന്നാ പൈപ്പിന്ന് എടുക്കളക്സേ. രക്ഷ, പൈപ്പിലും വെള്ളമില്ല. അപ്പോ ഡ്രൈ അടിക്കുന്ന കണ്ടോ? തീർക്കല്ലേ. നാല് ഇൻറ്റു 2 8. 8 ഇൻറ്റു 3 24. 24 1 കുറച്ച് 23. അപ്പൊ 12 23. ഇന്ന് 12 23 5000. മനസ്സിലായി? ഫ്ലാറ്റിൽ വെള്ളമില്ല, കറണ്ടില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ പറയാനല്ല എന്നെ വിളിക്കുന്നത്. ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓ, ഇതൊരു ശല്യമായല്ലോ. നിർത്തടി, നിർത്താൻ. അപ്പൊ പറഞ്ഞ കേൾക്കാൻ അറിയാം. ഇനി നാഷണലൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ കാണുമായിരിക്കും. ഹലോ ഹലോ ഹലോ. അവിടെ അല്ല, ഇവിടെ. നീയായിരുന്നു. എന്തടി ഇയാളെന്താ ഫോൺ എടുക്കാത്ത? ഞാൻ വിളിച്ചിട്ട്. പിന്നെ നീ എന്റെ ഭാര്യയല്ലേ വിളിച്ചു പറഞ്ഞ ഫോൺ എടുക്കാൻ? ഭാര്യ വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കുള്ളൂ. അതുകൊണ്ട് പേരിന് ഒരെണ്ണം പോലും ഇല്ലല്ലോ ഭാര്യ. വണ്ടി ഓടുന്നില്ല അല്ലേ? കുപ്പിവെള്ളം മേടിക്കാനും ഒറ്റ കടയും തുറന്നിട്ടില്ല. അപ്പാവി, വെള്ളത്തിന്റെ കാര്യം വല്ലതും നടക്കുവോ? വെള്ളത്തിന്റെ കാര്യോ? എടോ, കുടിവെള്ളത്തിന്റെ പ്രശ്നം. നോ രക്ഷ സാറേ. ബിവറേജിൽ 2 വരെ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ മാത്രം കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാറേ. എന്തിന്? വെള്ളം എത്തിക്കാൻ.
ട്രൈ ചെയ് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. സാറിന്റെ സുവിശേഷം കേട്ട് നിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ച് തിരക്കുണ്ട്. നീ അതുകൊണ്ട് പോലെ ഇന്നലെ ഇവിടെ നിന്റെ കൂടെ ഒരു പെണ്ണ് കിടക്കുന്നുണ്ടല്ലോ, സത്യത്തിൽ ആരാ അത്? പെണ്ണോ? എന്റെ കൂടെയോ? ഞാനാ ടൈപ്പൊന്നും അല്ല. ഏത് ടൈപ്പാന്നൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പെണ്ണേതാന്ന് പറ. സാർ ആള് കൊള്ളാമല്ലോ. അപ്പൊ സാറ് തൽപര കക്ഷിയല്ലേ? ആണെങ്കി വഴിയുണ്ടാക്കാം. എപ്പോ, എങ്ങനെ, ഏത് ടൈപ്പാ സാറിന് വേണ്ടത്? നിന്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഇവിടെ എല്ലാ ടൈപ്പും എടുക്കും. നീ എല്ലാ ടൈപ്പും എടുക്കുന്നവനാന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അസോസിയേഷന്റെ അടുത്ത മീറ്റിംഗ് വരട്ടോ, നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. സാറെ ചതിക്കല്ലേ? സാറിന് മാത്രമായിട്ട് 2 ബക്കറ്റ് വെള്ളം അറബിക്കടലിൽ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുതരാം. എന്റെ അച്ഛനും കൊണ്ട് കൊടു. സാർ, വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്ക് എഴുതി നീ പണമെടുത്തതെന്ന് എനിക്കറിയാം. ആ പാദസരമുള്ള കാലിലണിയിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോടാ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളിൽ ശാന്തി കിട്ടാതെ അലഞ്ഞു പോയി വാതിലടയ്ക്കണം. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടതല്ലോ. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല, വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ ആരും പേടിക്കണ്ട. ഐ ആം റിയലി ഹാപ്പി. നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? സംശയം. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ, പ്രേമദാസൻ. ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ? ആതിരമോട്. ഗൾഫിൽ നിന്ന് ഒരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെടുക്കണല്ലേ? അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ. പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. 6ാം പിറന്നാളിൽ അന്ന് അച്ഛനും പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടുവൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം ഒന്ന് ഇരുത്തി മൂളിയ വൈദ്യർ ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുടിയെന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ, പിന്നെ വന്നത് സമാധിയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിഷ്യ. എന്നാൽ അയാളെ വിളിക്ക്. പോട വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം? അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്ത വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബിയോ? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. ഒന്നും വന്നേ. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു താവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല.
അതൊക്കെ അപകടമാവൂലേ? ഈ ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. മാത്രമല്ല അവിടെ ചെന്ന് പറ്റിയാ പിന്നെ നിനക്ക് ആതിരെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ അനന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാലും എന്റെ ഹരി, ഞാൻ പറയുന്ന കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ വൈദ്യര് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാലുടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? മറ്റന്നാള്. മറ്റന്നാളോ? ഉവ്വ്, അന്നാണ് ആതിരമോളുടെ പിറന്നാള്. ധനുമാസത്തിലെ തിരുവാതിര. പുലർകാലേ ചടങ്ങുകൾ തുടങ്ങായി. ആൾക്കാരും അന്തരീക്ഷവും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത് ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണോടെ പട്ടി ആദ്യം എടുത്ത് തരുന്നത്? ശരി, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. കണ്ട ആ, വന്ന് വാങ്ങാ. അടുത്തോളം വരിക. ആ, വേഗം വേഗം വാങ്ങാ. മംഗളാനുഭവന്തോ. ഇവൻ സംഗതി ഡോൾബി ആക്കോ. നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെ ഒരു ശിഷ്യനുള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. രമേഘ ടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ചറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ തിരുവാതിര നക്ഷത്രം, ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതർനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി, പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളനകത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്. പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോൺ വറി. പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആവാം, എഴുന്നള്ളിയാലും നടന്നാട്ടെ. ഗുരുവേ വന്നാലും അമ്മേ, ഗുരുവേ നമഃ. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളി. ഗുരുവേ ശപിക്കരുത്. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി, സ്വാമി, സ്വാമി. ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തു നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി. ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമ സന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി.
ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം ഗുരുവേ. വിടല്ലേ, ഐശ്വര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ, ഇനി ദേശാടനം എന്നല്ലേ? അതെ. ജ്ഞാനദൃഷ്ടി അപാരം. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. ഓ, വൈദ്യർ ഇച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. ഓ, അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്പള്ളി, ഓ. സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. ഉവ്വ. പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ അത്താഴം നീ മുട്ടിക്കല്ലേ. പ്രേതദാസൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളമായിരുന്നു. സ്വാമിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യരെ? തല മറന്ന് എണ്ണ തേക്കല പുല്ല്. പുല്ലിന് നല്ല വിലയുണ്ടോടാ ചൂലെ. സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് തേടി ഇടലട മങ്കി. കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ ഡോങ്കി. എവിടെ വൈദ്യരെ? എന്നെ പിടിച്ചിട്ട് കാര്യം? അയ്യോ, ന്യായം നടക്കണം. അതാണ് നീ ഒന്ന് അടങ്ങ്. രണ്ടുപേരും എനിക്ക് പറയണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീയോ? നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കിടന്നല്ല, മതില് ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. കടക്കണ പുറത്ത്, ഇറങ്ങാൻ. അരുത് സ്വാമി, ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാവെടുത്ത കള്ളത്തരെ പറയൂ. വേറെന്തോ അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. സ്വാമി വേണ്ട, സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. നിന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്പള്ളി, വേറൊരിടത്ത് പറിച്ച് എറിയടോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി, അവൻ പെരുങ്കള്ളനാ. അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്യ നക്ഷത്രത്തിലാണ് ജനനം. പൂയില്ലയോ? അതെ. പൂയം കഴിയുകയും ചെയ്തു, ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. എന്നോളൂ സ്വാമി.